നമസ്കാരം. പറഞ്ഞു വരുന്നത് സ്റ്റേജ് ഷോകളെ കുറിച്ചാണ്. അതായത് ഒരുപാട് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാം സ്റ്റേജ് ഷോകൾ ഏറ്റവും എവിടെയൊക്കെ സംഘടിപ്പിക്കാമോ, ആൾക്കാരെ എത്രമാത്രം എൻ്റർടൈൻ ചെയ്യാമോ, ഓരോ സംഘടനകളും അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ പല ഇച്ചിരി അല്പവസ്ത്രധാരികളായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാദപരമായ പാട്ടുകളും ഒക്കെ പാടി വരുന്നവർക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അവർ പറയുന്ന അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ്. അതായത് ഈ അല്പവസ്ത്രം ധരിച്ച് നിന്ന് പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി പാടുമ്പോൾ മുമ്പിൽ നിൽക്കുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റ് കൂടുതൽ കിട്ടും എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്ന് നമ്മുടെ മുൻകാലത്തിലുള്ള ചിത്രയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എത്രയോ മഹതികൾ, എത്രയോ പാട്ടുകാർ, ഇതിലൊക്കെ എത്രയോ പാട്ടുകൾ പാടിയ നമ്മളെ രസിപ്പിച്ചിരിക്കുന്ന ചിത്രയൊക്കെ വന്ന് നമ്മുടെ മുമ്പിൽ തുണി അഴിച്ചിട്ടിട്ടാണോ പാടുന്നത്? സത്യത്തിൽ അതൊന്ന് ചിന്തിച്ചു നോക്കി. അവർ ഈ അല്പവസ്ത്രമായിട്ട് ധരിച്ചു വന്ന് പാടുന്നതുകൊണ്ടാണോ നമ്മൾ അവരുടെയൊക്കെ പാട്ടുകൾ ആസ്വദിച്ചിരുന്നത്? ഒന്നും വേണ്ട. നമ്മുടെ നന്ദതപോയെന്നും ഭജൻസ് അവർ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടുന്നത്. അവർ ഈ അല്പവസ്ത്രമായിട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ടാണോ അവരുടെ പാട്ട് ആസ്വദിക്കുന്നത് നമ്മൾ? അതെയോ? അതുപോലെ പുരുഷന്മാർ എത്രയോ പേര് അവർ ഇതുപോലെ അല്പവസ്ത്രമായിട്ട് വന്നിട്ടാണോ അവരുടെ പാട്ടുകൾ ആസ്വദിക്കുന്നത്? അങ്ങനെ എത്രയോ പാട്ടുകാർ നമ്മൾ കണ്ട് മറന്ന എത്രയോ പാട്ട്, അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പാട്ടുകാർ. ചിത്രയൊക്കെ വന്നാൽ അവിടെ ജനം കൂടത്തില്ലേ? അവർ ഫുൾ സാരിയൊക്കെ കൊടുത്ത് നല്ല നീറ്റായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവരുടെ പാട്ട് കേൾക്കാൻ ആൾ കൂടാറില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാൻ ചോദിക്കും, ഇവരെന്തൊക്കെയാണ് ഈ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ ചെറുപ്പക്കാരെല്ലാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ ഒരു പരിധി വരെ ആൾക്കാർ ഇതിങ്ങനെ ആസ്വദിക്കുന്നവരാണ് എന്ന് ആൾക്കാർ ധരിപ്പിക്കുകയാണ്. അതായത് ഞാൻ ഇങ്ങനെ പോയാലേ എൻ്റെ പാട്ട് ആസ്വാദനമാകൂ, ഇനി പാട്ട് ഇച്ചിരി മോശമായാലും എന്നെ കണ്ടങ്ങ് മതിമറന്നിരുന്നോണ്ടും എന്ന് വിചാരിച്ചിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്നും എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഡ്രസ്സ് അത്രമേൽ വൾഗറായിരുന്നു. അതിനകത്ത് ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന വീഡിയോയ്ക്കകത്ത് പോലും വരുന്ന കമൻസ് എന്ന് പറയുന്നത് ഇത് നേരിട്ട് കണ്ട ആൾക്കാരുടെ ചേച്ചി ഭയങ്കര മോശമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ള കമൻറ്റ് തന്നെയാണ്. നേരിട്ട് കണ്ടവർ, നമ്മളിപ്പോൾ കണ്ടില്ല, ഞാൻ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടപ്പോൾ എനിക്കും അത് മോശം. അവർ തുള്ളുന്നതൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് തന്നെയാണ് തോന്നിയത്. അവർ ഡാൻസ് ചേച്ചി എന്നാൽ ആ ഡാൻസിൻ്റെ കീ എവിടെ, ഞങ്ങൾ നിർത്തി വെക്കട്ടെ, അത് ഡാൻസ് ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടായിരിക്കും, അന്നേരം തോന്നുന്ന പോലൊക്കെ ചെയ്യുമായിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും അല്പവസ്ത്രമായിട്ട് വന്ന് നിന്ന് പാട്ട് പാടിയാലൊന്നും അല്ല നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്നത്. നല്ല പാട്ട് നല്ല രീതിയിൽ പാടുക എന്നുള്ളതാണ് നമ്മളെ അതായത് രസിപ്പിക്കുന്നത്. അതായത് ഈ തുള്ളിച്ചാടിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ അവർക്ക് പറ്റുന്നതായ രീതിയിലുള്ള സ്റ്റെപ്പുകൾ വെച്ച് വളരെ മനോഹരമായിട്ട് ചെയ്താൽ അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് കമൻറ്റ് വരും. അത് സഹിക്കാനും കൂടെയുള്ള മനസ്സെങ്കൂറ്റം വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക.